Hey, hello and welcome back to my channel. My name is Pranavi and I'm a final prof behavior student. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഐ നോ നീറ്റ് 2025 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നല്ല ടഫസ്റ്റ് എക്സാം ആയിരുന്നു. ഞാനും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴത്തേക്കും സോൾവ് ചെയ്യാൻ നോക്കി. അതിൽ ഫിസിക്സ് ആണ് എനിക്ക് കുറച്ചുകൂടെ ടഫായിട്ട് തോന്നിയത്. ബയോളജി ഞാൻ എപ്പോഴും പറയാറുള്ള കണക്ക് ടെക്സ്റ്റ് ഫുൾ അറിയാമെങ്കിൽ അത് നല്ല രീതിയിൽ ഈസി ആയിട്ട് ഒരു അരമണിക്കൂർ മാത്രം മതി എന്ന് തോന്നിയിട്ടുണ്ട് ബയോളജി തീർക്കാൻ വേണ്ടിയിട്ട്. കെമിസ്ട്രി അത്യാവശ്യം കുഴപ്പമില്ല, ഫിസിക്സ് മാത്രമാണ് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നിയത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ നീറ്റ് 2025 കുറിച്ച് പറയുന്നതെന്നായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ നീറ്റ് സ്റ്റോറിയെക്കുറിച്ച് പറയാമെന്ന്. സോ വെൽക്കം ടു മൈ നീറ്റ് സ്റ്റോറി. ഓക്കെ, അതായത് ഈ നീറ്റിൻ്റെ ചരിത്രം തുടങ്ങുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പാണ്. അതായത് ഞാൻ എഴുതുന്ന സമയത്ത്, അതായത് 2016 ഞാൻ ആദ്യത്തെ നീറ്റ് എക്സാം എഴുതുന്നത്. അപ്പോൾ 2016 ഞാൻ +2 പാസ്സായിട്ട് അന്ന് കീം എന്ന് പറയുന്ന എക്സാം ആയിരുന്നു. 4 ദിവസത്തെ എക്സാം, 2 ദിവസം എൻജിനീയറിങ്ങിന് വേണ്ടിയിട്ടും 2 ദിവസം മെഡിസിന് വേണ്ടിയിട്ടും. ഓക്കെ, അപ്പോൾ കേരള എൻട്രൻസ് അതാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ +1 +2 പഠിക്കുമ്പോൾ എനിക്ക് സയൻസ് എടുത്തെങ്കിലും അത് പഠിച്ചെടുക്കാനായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് ഡിഫിക്കൽട്ട് എനിക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഡോക്ടർ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അത് 1ാം ക്ലാസ് മുതലേ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമാണ്. കാരണം അതിനു മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും ടീച്ചർ ചോദിക്കില്ലേ നിങ്ങൾക്ക് ആരാവണം, അന്ന് മുതലേ ഞാൻ പറയുന്നത് എനിക്ക് ഡോക്ടർ. അതിനൊരു തെളിവ് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റെ പറഞ്ഞു പോയ എന്തിനാണെന്നല്ലേ. അതായത് ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെതസ്കോപ്പ്. അല്ല, കണ്ടോ, അതുണ്ട്, അത് പൊട്ടിപ്പോയി. ഇത് ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിച്ച് പൊട്ടിച്ചൊന്നുമല്ല, ഇതിന് നല്ല കാലപ്പഴക്കമുണ്ട്, പഴയതാണ്. ഇതിൻ്റെ ബാക്കി സെറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്, എൻ്റെ കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെതസ്കോപ്പ്. കണ്ടോ, ഇത്രയും കാലമായിട്ട് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കീമിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ കോച്ചിങ്ങിനൊക്കെ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോച്ചിങ്ങിന് പോവാം എന്നൊക്കെ പറഞ്ഞ് തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കീമിലേക്ക് വേണ്ടിയിട്ട് സാധാരണ ഒരു ട്യൂഷൻ സെൻറ്ററിലാണ് പോയത്. അതിനുശേഷം അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കൊരു പഴയ അതായത് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ബുക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ഉണ്ടായിരുന്നു. ജെയും കൂടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ ബയോളജിക്ക് ടെക്സ്റ്റ് മാത്രമാണ് പഠിച്ചത്. പിന്നെ പഴയ കുറച്ച് ടെക്സ്റ്റുകൾ കിട്ടിയപ്പോഴത്തേക്കും അതിനകത്ത് നീറ്റിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് കീമിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ AIPMT അതായിരുന്നു തന്നെ ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് എക്സാം, അതിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ അതൊരു നോർമൽ സ്റ്റഡീസിൻ്റെ കൂടെ പാർട്ട് ടൈം പോലെ ഒരു ജോബ് പോലെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ കീമിൻ്റെ സിലബസ് ഓക്കെയാണ്, കീമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണും ഈസിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ സ്കൂളിൽ ഒരുപാട് പേര് കീം 1ഉം 2ഉം റാങ്കൊക്കെ വാങ്ങിച്ച ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പഠിച്ച സ്കൂളിലാണ് ഞാനും പഠിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയപ്പോഴത്തേക്കും ഇത് എളുപ്പമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഓക്കെ, കീമിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ബുക്സ് തന്നെയാണ് ഞാനും പഠിച്ചത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കീം ആദ്യത്തെ 2 ദിവസം 2016 കാര്യമാണ് പറയുന്നത്. അതായത് +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അങ്ങനെ 2 ദിവസം എൻജിനീയറിങ് എഴുതി. അത്യാവശ്യം എൻജിനീയറിങ് നല്ല പേപ്പറായിരുന്നു. അപ്പോൾ അത് എഴുതി. പിന്നെ അടുത്ത 2 ദിവസം മെഡിസിന് വേണ്ടിയിട്ടുള്ള പേപ്പറായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ആദ്യത്തെ ദിവസം കെമിസ്ട്രി ഫിസിക്സും ആയിരുന്നു. അതിൽ ഫിസിക്സ് കുറച്ച് ടഫ് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ഈസി ആയിട്ട് അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ ഇതുപോലൊരു ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഫേവററ്റ് ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു എവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടും. അത്തരത്തിൽ ഞാനൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു, കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ എനിക്ക് എയിംസ് ഒക്കെ എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എയിംസ്, ജിപ്മർ, കോമഡ് അതൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എക്സാം വിത്തിൻ 1 മന്ത് ഈ എക്സാംസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നീറ്റ് എന്ന ഒറ്റ എക്സാം ആക്കി മാറ്റി. അതായത് വിത്തിൻ 1 മന്തിൽ നീറ്റ് എന്ന് പറയുന്ന ഒരു ആരൊക്കെയോ ചില
അതിൽ മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെ വന്നിട്ട് പെട്ടെന്ന് ആ വരുന്ന ഈ നടത്തിയ എല്ലാ എക്സാംസിൻ്റെയും റിസൾട്ട് ക്യാൻസൽ ചെയ്തിട്ട് നീറ്റാക്കി മാറ്റി. നമുക്ക് ആകെ ഒരു മാസം മാത്രമാണ് കിട്ടിയത്. ഒരു എക്സാം കഴിഞ്ഞ് വിത്തിൻ 1 മന്തിൽ ആദ്യത്തെ നീറ്റ് വന്നു. നീറ്റ് അത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നില്ല, രാവിലെ ആയിരുന്നു. എനിക്ക് കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ഞാൻ അത് എഴുതിയത്. അപ്പോൾ CRPF ക്യാമ്പിൻ്റെ അടുത്തുള്ള, അപ്പോൾ ആ കേന്ദ്രീയ വിദ്യാലയത്തിൽ പകല് പോയാണ് എക്സാം എഴുതുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു CBSE പാറ്റേൺ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നീറ്റ് എഴുതുമ്പോഴത്തേക്കും അറിയില്ല, സത്യം പറഞ്ഞാൽ ആ പാറ്റേൺ അറിയില്ല, കുറച്ച് ഒന്നും അറിയില്ല, അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്തൊക്കെയാ എഴുതി, നമ്മൾ ട്രൈ ചെയ്തു. പക്ഷെ ബയോളജി പഠിച്ചു, പക്ഷെ ബയോളജി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമാവുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സ്കോർ എനിക്ക് കിട്ടിയില്ല, അതായത് MBBSന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോർ കിട്ടിയില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തെന്നാ എല്ലാവരും പോകുന്ന പോലെ എൻട്രൻസ് കോച്ചിങ്ങിന് പോവാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോൾ ഒരു വില്ലനായിട്ട് വന്നത് ഈ സാമ്പത്തികം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. എനിക്ക് ഏറ്റവും ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ബ്രില്യൻറ്റിൽ പോയി പഠിക്കണം എന്നുള്ളത്, ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അതിന് ആ സമയത്ത് പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ അതായത് എൻ്റെ കൂടെ +2 പഠിച്ചപ്പോഴത്തേക്ക് എൻ്റെ ക്ലാസ്സിൽ 61 പേരുണ്ടായിരുന്നു. എക്സെപ്റ്റ് മീ, 60 പേരും എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് പോയി, പലയിടത്തായിട്ട് പോയി. തിരുവനന്തപുരത്തും എറണാകുളത്തും അങ്ങനെ പല സ്ഥലത്ത്. ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് മെഡിസിൻ അല്ലാണ്ട് വേറെ ഒന്നും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് ഞാൻ ഒരു വർഷം കൂടി പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഇൻ കേസ് നമുക്കത് കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് പഠിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇൻ കേസ് അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, വർഷം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും കെമിസ്ട്രി അല്ലെങ്കിൽ ബോട്ടണി, അതാണ് ഞാൻ 2 ഓപ്ഷൻസേ കൊടുത്തുള്ളൂ. അതിൽ ഫസ്റ്റ് ചോയ്സ് വെച്ചത് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് തുമ്പ. അപ്പോൾ അവിടെ തന്നെ എനിക്ക് കെമിസ്ട്രി, ഫസ്റ്റ് ഓപ്ഷൻ കെമിസ്ട്രി ആയിരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് അവിടെ കിട്ടി. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പോയി. ഞാൻ ഡെയിലി ആറ്റിങ്ങിൽ KSRTC ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിലേ പോകുമ്പോഴത്തേക്കും എൻ്റെ കൂടെ പഠിച്ചിരുന്ന ബാക്കിയുള്ളത് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നു, പലരും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു, ചിലർ ഇപ്പോൾ ചില കോച്ചിങ് സെൻറ്റേഴ്സിന് അവരുടെ ഓൺ ബസ് ഉണ്ടല്ലോ, അതിൽ കയറി പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആരോടും പറയാതെ ഞാൻ എന്ത് ചെയ്തു, ഭയങ്കര വിഷമമാണ്. വീട്ടിൽ പറയുമായിരുന്നു എനിക്ക് ഭയങ്കര വിഷമമാണ് എന്നൊക്കെ. പക്ഷേ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ അതായത് നീറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്കുകൾ വാങ്ങിച്ചത്. ബുക്ക് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞാൻ ഡിഗ്രിക്ക് പോകുന്നതിൻ്റെ കൂടെ, ഡിഗ്രി കെമിസ്ട്രി ആണല്ലോ, കെമിസ്ട്രി അതിൻ്റെ സബ് ഫിസിക്സ് പിന്നെ മാത്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇംഗ്ലീഷും ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതൊക്കെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ശനി ഞായറൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 തവണ കൂടി നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീറ്റ് എക്സാം എഴുതിയപ്പോഴത്തേക്കും അഫ്കോഴ്സ് കിട്ടിയില്ല. ഓക്കെ, അങ്ങനെയല്ല, ഈ നമ്മൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെ പോയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം അതിന് ഇപ്പോൾ അന്ന് BDSനൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് അതിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതാണ് എൻ്റെ മെയിൻ ഫോക്കസ്, MBBS കിട്ടുക, അങ്ങനെ ഒരു ഇതായിരുന്നു. അങ്ങനെയാണ് 2019 ഞാൻ ഡിഗ്രി പാസ്സാവുന്നത്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, വിത്തൗട്ട് ഒരു ഡ്രോപ്പ് ഒന്നും സംഭവിച്ചില്ല, അത് സപ്ലി ഒന്നുമില്ല. അങ്ങനെ എനിക്കെന്തത് ഒഫീഷ്യലി ഞാനൊരു ഗ്രാജുവേറ്റ് ആയി അല്ലേ. അപ്പോൾ കെമിസ്ട്രി അത് കിട്ടി. അപ്പോഴത്തേക്ക് കൊറോണയും കൂടെ വന്നു. എനിക്കല്ല, കൊറോണ ആ സമയമായിരുന്നു. ആ സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ലോക്ക്ഡൗൺ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ് സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഇനി ഡിസിഷൻ എടുക്കേണ്ടത് ഞാനാണ്. അപ്പോൾ കൂടുതൽ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ എൻട്രൻസ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറയും, ഇനി അതൊക്കെ വിട്ടുകൂടെ, ഇനിയിപ്പോൾ ഡിഗ്രി ആയി, ഇനിയിപ്പോൾ എൻട്രൻസിന് പഠിക്കേണ്ട ആവശ്യമില്ല, ഇനിയിപ്പോൾ PGക്ക് വേണ്ടി പോവുക. അപ്പം ഞാൻ അന്നും പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണം. എൻ്റെ ഫിസിക്സ് സെക്കൻഡ് സെമ്മ് എക്സാം, പ്രാക്ടിക്കൽ എക്സാമിനൊരു സാറ് വന്നിട്ട് നമ്മളുടെ അടുത്ത് വൈവ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചതിന് ശേഷം എല്ലായിടത്തും ചോദിക്കുന്നുണ്ടെന്ന് ആരാവാനാണ് ആഗ്രഹം. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും മിക്കവരും പറഞ്ഞത് TTC, ലെക്ചർ, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ മാത്രമാണ് അതിനകത്ത് ഡോക്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, പിന്നെ എന്തിനാ ഇയാൾ ഇങ്ങനെ ഡിഗ്രി എടുക്കാൻ വന്നത്? അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, സാർ പഴയ ഒരുപാട് ഡോക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു BSc ഉണ്ട്. അപ്പോൾ എൻ്റെ പേരിൻ്റെ മുമ്പിൽ BSc അത് കഴിഞ്ഞിട്ട് ബാക്കി ഏത് ഡോക്ടർ ഡിഗ്രി ആണെങ്കിലും അത് ചേർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.
ഓക്കെ, അപ്പോൾ സാറ് അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് തോട്ടാണല്ലോ പറഞ്ഞത്. യൂഷ്വലി നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും. അതായത് പഴയ കുറേ ഡോക്ടേഴ്സിനൊക്കെ BSc ഉണ്ട്. എനിക്ക് ഇപ്പോൾ MBBS എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ MBBS കഴിഞ്ഞിട്ട് ഡിഗ്രി പാരലായിട്ടെങ്കിലും എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പേരെഴുതുമ്പോഴത്തേക്ക് BSc MBBS അങ്ങനെ എഴുതുമ്പോൾ ഒരു രസമാണ്. അങ്ങനെ ഞാൻ ചെയ്ത് കൊറോണ സമയത്ത് ഗ്യാപ്പ് ഇങ്ങനെ കിട്ടിയ സമയത്ത് ഞാൻ 2019 ഇറങ്ങി. അപ്പോൾ 2020 വീട്ടിലിരുന്ന് ഉള്ള ബുക്കുകളെല്ലാം വെച്ചിട്ട്, ആ സമയത്തൊന്നും എനിക്ക് ഫോണില്ല. അതായത് ഇങ്ങനത്തെ ഒരു എന്താ നമുക്ക് യൂട്യൂബൊക്കെ ഉള്ള ഒരു ഫോണില്ല, കീപാഡ് ഫോൺ മാത്രമുണ്ട്. കാരണം ഞാൻ പഠിച്ച കോളേജിൽ ഫോൺ അലൗഡ് അല്ല. ഇൻ കേസ് നമ്മൾ ഫോൺ കൊണ്ട് അവിടെ എപ്പോഴും ചെക്കിംഗ് ഉണ്ട്. ചെക്കിങ് വന്നിട്ട് അവർ പിടിച്ചെടുത്തോണ്ട് പോകും. പിന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കീപാഡ് ഫോണാണ്. അപ്പോൾ ഞാൻ ഇത് നേരത്തെ കൊണ്ടുപോയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കും. അപ്പോൾ നമുക്ക് ചെക്കിങ് വന്നാലും പ്രശ്നം വരുന്നില്ല. പക്ഷേ അല്ലാത്ത കേസ് ഫോണിൻ്റെ ടൈപ്പ് അനുസരിച്ച് പൈസ കൂടും. അത് തിരിച്ച് പേ ചെയ്താൽ മാത്രമേ നമുക്ക് ഫോൺ കിട്ടൂ. ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ആൾ വരേണ്ടി വരുമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഫോൺ, അപ്പോൾ എനിക്ക് യൂട്യൂബ് നോക്കാനോ അങ്ങനെ ഒന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു കുറച്ച് ടെക്സ്റ്റുകൾ ട്രിക്സ് നോക്കി, എനിക്കങ്ങനെ ട്രിക്സ് പഠിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പം ലാപ്ടോപ്പ് ഒന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ കുറേ രീതികളൊക്കെ, ചില ചാർട്ടുകൾ ഉണ്ടാക്കി, ചില പിക്ചേഴ്സ് വെച്ചിട്ടും പാട്ടുകൾ വെച്ചിട്ടും ഒക്കെ ഞാൻ എൻ്റെ നീറ്റ് പഠിച്ചു ഒറ്റയ്ക്കിരുന്ന്, വിത്തൗട്ട് ദ ഹെൽപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോഴാണ് കുറച്ച് പൈസ കിട്ടിയപ്പോഴത്തേക്ക് എന്നെ ഒരു ക്രാഷ് കോഴ്സിന് വിട്ടു. അത് 2 മാസത്തെ ക്രാഷ് കോഴ്സ്. അതിന് പോയപ്പോഴത്തേക്കും ഒരു 3 ബുക്ക് എക്സ്ട്രാ, ഒരു വെറൈറ്റി ആയിട്ടുള്ള 3 ബുക്ക്, ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും വേണ്ടി ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ കിട്ടി. അതായത് അതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, 2 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം എന്നുവെച്ചാൽ അവിടെ ഞാൻ പോയ സ്ഥലത്ത് ഫുൾ 1 ഇയർ മൊത്തം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് പഠിച്ചിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റേതായിട്ടുള്ള ട്രിക്സുകൾ വെച്ചിട്ടും ഈ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഈ കെമിക്കൽ ഫോമുലയും ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്തു. അത്യാവശ്യം രീതിയിൽ ചെയ്തു. അങ്ങനെ ചെയ്ത് നോക്കി എന്താ കുറച്ച് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ MBBS പോയി. അതായത് 2020 പഠിച്ചു, 2021 നമുക്ക് എക്സാം എഴുതി. അപ്പോഴും എക്സാം എഴുതി. ഇത് ഒറ്റയ്ക്കുള്ള ശ്രമമാണ്, ഒറ്റയ്ക്ക് ഒരാൾ കഷ്ടപ്പെട്ടതിൻ്റെ ശ്രമമാണ്. അങ്ങനെ MBBS കിട്ടിയില്ല, BDS എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ BAMS കൊടുത്ത് നോക്കാം. അങ്ങനെ എനിക്ക് BAMS കൊടുത്തു. എന്താണെങ്കിലും അതിനകത്ത് എനിക്ക് മെയിനായിട്ടുള്ള ഇതെന്ന് വെച്ചാൽ എനിക്ക് സർജറി പഠിക്കണം. അത് ഏറ്റവും ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ BAMS സർജറി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരുപാട് പിന്നെ അച്ഛൻ്റെ ഫോണിൽ നോക്കിയപ്പോഴത്തേക്കും യൂട്യൂബിൽ ഇങ്ങനെ സർജറിയൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ അത് കൊള്ളാം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ BAMSലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് BAMSൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ആദ്യം എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ വിഷ്ണു ആയുർവേദ കോളേജായിരുന്നു കിട്ടിയത്. അതൊരു ദിവസം രാത്രി അലോട്ട്മെൻറ്റ് വന്നതിൻ്റെ അന്ന് രാത്രി ഞാനും അച്ഛനും കൂടി അഡ്മിഷൻ എടുക്കാനായിട്ട് രാത്രിയത്തെ ട്രെയിനിൽ അങ്ങ് പോയി. അവിടെ വയനാടോ പാലക്കാട് പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നു, തിരിച്ചു വരുന്നു. ഇവിടെ ആ ഒരു ദിവസം തന്നെ സ്റ്റേ ഒന്നുമില്ല, തിരിച്ചു വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോഴത്തേക്കും എനിക്ക് പങ്കജകസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജിൽ കിട്ടി. ആ അഡ്മിഷൻ അലോട്ട്മെന്റ് വന്നതിൻ്റെ അന്ന് തന്നെ വീണ്ടും വൈകിട്ടത്തെ ട്രെയിനിൽ പോകുന്നു, അവിടെ ചെല്ലുന്നു, അവിടുത്തെ പേപ്പർ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അന്ന് വന്ന് തിരിച്ച് ഇവിടെ രാവിലെ ഒരു 3 മണിയായപ്പോഴത്തേക്കും ഞങ്ങളുടെ കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് പിന്നെ ഇവിടെ വന്ന് കുറച്ച് കുളിച്ച് റെസ്റ്റ് ചെയ്ത് ഒരു 11 മണിയായപ്പോൾ നമ്മൾ കോളേജിലോട്ട് പോയി. അങ്ങനെ അഡ്മിഷൻ എടുത്തു. പിന്നെ വീണ്ടും തിരിച്ചു വന്നതിന് ശേഷമാണ് വീണ്ടും റെസ്റ്റ് എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് മൈ സ്റ്റോറി ഓഫ് നീറ്റ്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കഷ്ടതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റെപ്പ് എപ്പോഴും ഒരു സ്പെഷ്യലാണ്. കാരണം ആദ്യമായിട്ട് കിട്ടിയ സാധനമല്ലേ. അപ്പം ഇത് ഒരിക്കലും വിട്ടുകളയാൻ എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. ഇത് കാണുമ്പോഴത്തേക്കും പലപ്പോഴും ഒരു മോട്ടിവേഷൻ തോന്നാറുണ്ട്. ഇതൊക്കെ പലരും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതെൻ്റെ ആദ്യത്തെ സ്റ്റെതസ്കോപ്പാണ്. ഇത് വെരി ക്ലോസ് ടു മൈ ഹാർട്ടാണ്. അപ്പോൾ നീറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഡെഡിക്കേഷൻ മസ്റ്റാണ്. നമ്മൾ കഷ്ടപ്പെട്ടാൽ അതിനൊരു ഫലം എന്തായാലും കിട്ടും. കാരണം നീറ്റ് ഇനിയും എന്നെ കൊണ്ട് ശ്രമിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആഗ്രഹമുണ്ട്. BAMS കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തവണ കൂടി നിന്ന് ശ്രമിച്ച് നോക്കാം അല്ലേ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം
നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. BMS കഴിഞ്ഞിട്ട് MBBS എടുക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അത് സമയമുണ്ട്, നമുക്ക് അതിന് മനസ്സുണ്ടെങ്കിൽ ഇനിയും നീറ്റ് എഴുതിയെടുക്കാൻ പറ്റും. ഇപ്പോൾ അന്നത്തെ സമയത്ത് ആദ്യം 3 തവണ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു. അതായത് സാധാരണ 25 വയസ്സ് വരെ നീറ്റ് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ CST കാറ്റഗറി ആണെങ്കിൽ 30 വയസ്സ് വരെ എഴുതാം. അപ്പോൾ അതും എടുത്തു മാറ്റി. ഇതൊക്കെ എൻ്റെ ഈ ഡിഗ്രി സമയത്തൊക്കെയായിരുന്നു ഈ സംഭവങ്ങൾ, ഏജ് ലിമിറ്റ് മാറ്റിയത്, നമ്പർ ഓഫ് ലിമിറ്റ്സ് മാറ്റിയത്. അതുകൊണ്ട് തന്നെ നീറ്റ് വലിയൊരു കാര്യമാണ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് പലർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും എല്ലാ വർഷവും ഞാൻ നീറ്റിൻ്റെ പേപ്പറൊക്കെ വരുമ്പോഴത്തേക്കും നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെച്ച് നോക്കാറുണ്ട്. ഇതെന്നെ കൊണ്ട് പറ്റുമോ ഇല്ലേ, ടഫാണോ ഇല്ലേ എന്നൊക്കെ. അതായത് 2016 നല്ല ടഫായിരുന്നു. അപ്പോൾ അതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് 2025 എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത്രയ്ക്കും നല്ല, ഫസ്റ്റ് ടൈമല്ലേ എഴുതുന്നേ. അപ്പോൾ ആദ്യത്തെ എക്സാം നല്ല ടഫായിട്ടായിരുന്നു ചോദിച്ചത്. അപ്പോൾ അതുപോലൊരു 2016 2025 തമ്മിലൊരു വ്യത്യാസം ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. See you on next time. I hope you like my neat story. Tata, bye bye.